എല്ലാവർക്കും നമസ്കാരം. റിറ്റ്സ് ഇൻ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിൻ്റെ ഭാഗമായി നടന്ന 8ാമത്തെ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ടോട്ടലായിട്ട് 50 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 30 ചോദ്യങ്ങൾ ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതം ലോ ഓഫ് ക്രൈംസിൽ നിന്നും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുമാണ് ചോദിച്ചിരുന്നത്. ടോട്ടൽ ഡ്യൂറേഷൻ 30 മിനിറ്റ് ആയിരുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. For what period does the Vice President of India hold office? എത്ര വൈസ് പ്രസിഡന്റ് കാലാവധിയാണ് ചോദിക്കുന്നത്. വൈസ് പ്രസിഡന്റ് എത്ര സമയം വരെ ഓഫീസിൽ ഇരിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കറക്റ്റായിട്ടുള്ള ആൻസർ 5 വർഷമാണ്. 5 years വരെയാണ് വൈസ് പ്രസിഡന്റിന് ഓഫീസിലിരിക്കാനുള്ള കാലാവധി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹൂ അമംഗ് ദ ഫോളോയിങ് ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ്? ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടൊരു ഒരു ടെന്യൂർ പറഞ്ഞിട്ടില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ ഈ പറയുന്ന ആർക്കാണ് ആ ഒരു ടേം പറയാത്തത് എന്നാണ് ചോദ്യം. അപ്പം കറക്റ്റായിട്ടുള്ള ആൻസർ ആക്ച്വലി ഗവർണറിനാണ്. ഇലക്ഷൻ കമ്മീഷണർ, സ്പീക്കർ ഓഫ് ലോക്സഭ, പ്രൈം മിനിസ്റ്റർ ഓഫ് ലോക്സഭ എന്നുള്ളവർക്കൊക്കെ ഒരു ടൈം ഉണ്ട്. ആക്ച്വലി പ്രൈം മിനിസ്റ്ററിനും സ്പീക്കർ ഓഫ് ലോക്സഭയ്ക്കെല്ലാം അത് ലോക്സഭയുടെ കാലാവധി വരെ ഓഫീസിലിരിക്കാനുള്ള അവകാശമുണ്ട്. ഇലക്ഷൻ കമ്മീഷണറിനും ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഗവർണറിനാണ് ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റിന് മാത്രം യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്. മൂന്നാം ചോദ്യം, ഹു അപ്പോയിന്റ്സ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? പ്രൈം മിനിസ്റ്ററിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇൻ ഫ്രീ ഇന്ത്യ വാസ്? ദ ഫസ്റ്റ് വുമൻ ഗവർണറാണ്. ഫസ്റ്റ് വുമൻ ഗവർണർ ആരാണ് ഇന്ത്യയിലെ? ഫ്രീ ഇന്ത്യയിലെ ഫസ്റ്റ് വുമൻ ഗവർണർ ആരാണ്? മിസസ് സരോജിനി നായിഡു ആണ്. അഞ്ചാം ചോദ്യം, ദ മിനിമം ഏജ് റിക്വയർഡ് ടു കണ്ടസ്റ്റ് ഫോർ പ്രസിഡൻഷിപ്പ് ഇസ്? പ്രസിഡന്റ് ആവാൻ വേണ്ടി ഉള്ള മിനിമം ഏജ് എത്രയാണ്? 35 വയസ്സാണ്. ഇത് വൈസ് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടും 35 വയസ്സ് തന്നെയാണ്. ഓൾറൈറ്റ്. ഇൻ കേസ് എ പ്രസിഡന്റ് ഡൈസ് വൈൽ ഇൻ ഓഫീസ്, ദ വൈസ് പ്രസിഡന്റ് ക്യാൻ ആക്ട് ആസ് പ്രസിഡന്റ് ഫോർ മാക്സിമം പീരീഡ് ഓഫ്? വൈസ് പ്രസിഡന്റ് എത്ര കാലം വരെ ഒരു ആക്ടിംഗ് പ്രസിഡന്റായി തുടരാം എന്നുള്ളതാണ് ചോദ്യം. പ്രസിഡന്റ് മരണപ്പെടുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റിന് എത്ര സമയം വരെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് തുടരാം എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റായിട്ടുള്ള ആൻസർ ഇസ് 6 months. 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രസിഡന്റ് ഇലക്ഷൻ നടത്തിയിരിക്കണം. ഏഴാം ചോദ്യം, എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ദി പാർലമെന്റ് ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ മിനിസ്റ്റർ ബൈ ദി പ്രസിഡന്റ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ്? ഒരു മിനിസ്റ്റർ, അതായത് രണ്ട് സഭയിലും മെമ്പർ അല്ലാത്ത ഒരാളെ നമുക്ക് മിനിസ്റ്റർ ആക്കാൻ കഴിയും. പക്ഷെ ആ മിനിസ്റ്റർ എത്ര സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എത്ര സമയം വരെ അങ്ങനെ മെമ്പർ അല്ലാതെ തുടരാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം മാക്സിമം അയാൾക്ക് 6 മാസം വരെ, ആ ഒരു വ്യക്തിക്ക് 6 മാസം വരെയാണ് മിനിസ്റ്ററായിട്ട് തുടരാൻ കഴിയുള്ളൂ. അതായത് 2 സഭയിലും മെമ്പർ അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ. എട്ടാം ചോദ്യം, who can initiate impeachment proceedings against the President of India? ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് ആർക്കാണ് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രസിഡന്റിനെതിരെ. അത് ഏതർ ഹൗസ് ഓഫ് ദി പാർലമെന്റ്, 2 സഭയിലെ ഏത് ഹൗസിന് വേണമെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയും. 1/4 മെമ്പേഴ്സിൻ്റെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാവണം. അത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോട്ടീസാണ് 1/4 മെമ്പേഴ്സിൻ്റെ. അത് കഴിഞ്ഞ് 2/3 മെമ്പേഴ്സ് അത് എന്ത് ചെയ്യണം? അത് പാസ്സാക്കണം ആ റെസൊല്യൂഷൻ. അങ്ങനെ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഹൗസിലോട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പറയുന്ന ചാർജസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തും. അപ്പോൾ ആ സഭയിൽ ഉള്ള ആ സഭ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞ് 2/3 മെമ്പർഷിപ്പിൽ ആ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ അത് പ്രസിഡന്റ് ഇംപീച്ച് ആയി എന്നാണ് അർത്ഥം വരുന്നത്. 9ാം ചോദ്യം, ഹൗ മെനി ടൈംസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ സീക്ക് റീ എലക്ഷൻ ടു ഹിസ് പോസ്റ്റ്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എത്ര തവണ വേണമെങ്കിലും, എനി നമ്പർ ഓഫ് ടൈംസ് എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റിന് 2 ടേംസ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ ടേം ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ പ്രസിഡന്റിന് അതേപോലെ തന്നെ 5 വർഷം വരെയാണ്. അമേരിക്കൻ പ്രസിഡന്റിന് 4 വർഷം വരെയാണ് ടേം പറഞ്ഞിട്ടുള്ളത്. സോ ഒരു ടേം 4 വർഷം വരെയാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് 5 വർഷമാണ്. ആൻഡ് ഒരു ടേമും ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ പറഞ്ഞിട്ടില്ല. എത്ര ടേം മത്സരിക്കാൻ കഴിയും, എത്ര ടൈംസ് മത്സരിക്കാൻ കഴിയുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും മത്സരിക്കാൻ കഴിയും. എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇഷ്യൂഡ് അണ്ടർ ആർട്ടിക്കിൾ 356 മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദി പാർലമെന്റ് വിത്തിൻ? അപ്പം സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര മാസത്തിൻ്റെ ഉള്ളിൽ
അപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. പാർലമെൻറ്റ് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ അത് അപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 2 മാസമാണ്. 2 മാസത്തിൻ്റെ ഉള്ളിൽ പാർലമെൻറ്റ് അത് അപ്രൂവ് ചെയ്തിരിക്കണം. 11ാം ചോദ്യം, ദ പ്രസിഡന്റ് റൂൾ ഇൻ സ്റ്റേറ്റ് ക്യാൻ ബി കണ്ടിന്യൂഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ്. എത്ര മാക്സിമം പീരീഡ് പ്രസിഡന്റ് റൂൾ ഒരു സ്റ്റേറ്റിൽ എത്ര സമയം വരെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 2 മാസത്തിൻ്റെ ഉള്ളിൽ ആ പ്രസിഡൻസ് റൂൾ പാർലമെൻറ്റ് അപ്രൂവ് ചെയ്യണം. അങ്ങനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം 6 മാസം വരെ അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ 6 മാസത്തിൻ്റെ ഉള്ളിൽ പാർലമെൻറ്റ് വീണ്ടും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, അതായത് കുറച്ചും കൂടി നീട്ടണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം കൂടി അത് നീട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ നീട്ടി മാക്സിമം 3 വർഷം വരെയാണ് കൊണ്ടുപോകാൻ കഴിയുക. അപ്പോൾ മാക്സിമം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷമാണ്. 12ാമത്തെ ചോദ്യം, when the parliament is not in session, the president can promulgate an ordinance to be ratified by the parliament within. അപ്പം പാർലമെന്റ് സെഷനിൽ ഇല്ലാത്ത സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഓർഡിനൻസ് 123 പ്രകാരം, ആർട്ടിക്കിൾ 123 പ്രകാരം പ്രസിഡന്റ് പാസ്സാക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർലമെന്റ് കൂടിക്കഴിഞ്ഞ് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അത് അപ്രൂവ് ചെയ്യണം. അതിൻ്റെ ടൈമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 6 വീക്സ് ഫ്രം ദ റീഅസംബ്ലി ഓഫ് ദി പാർലമെന്റ് ആണ് അല്ലേ. 6 ആഴ്ചകൾക്കുള്ളിൽ പാർലമെന്റ് റീഅസംബിൾ ചെയ്തിട്ട് 6 ആഴ്ചക്കുള്ളിൽ ആ ഓർഡിനൻസ് അപ്രൂവ് ചെയ്തിരിക്കണം. അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഓർഡിനൻസ് അസാധുവാകും. ഹൗ മെനി ടൈപ്സ് ഓഫ് എമർജൻസി ഹാസ് ബീൻ വിഷ്വലൈസ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? 3 ടൈപ്പ് ആണുള്ളത്. 3 ടൈപ്സ് ആണ്. 352 പ്രകാരം നാഷണൽ എമർജൻസി, 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ആൻഡ് 360 പ്രകാരം ഫൈനാൻഷ്യൽ എമർജൻസി. ഓൾറൈറ്റ്. 14ാം ചോദ്യം, ദ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ് ദ വൈസ് പ്രസിഡന്റ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ്. അപ്പോൾ വൈസ് പ്രസിഡന്റിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് എവിടെയാണ് ഇനീഷ്യേറ്റ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഏത് പാർലമെന്റിലെ ഏത് ഹൗസിനാണ് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓൺലി ഇത് രാജ്യസഭയാണ്. രാജ്യസഭയിൽ മാത്രമേ അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രസിഡന്റിന്റെ കാര്യം ഓർക്കണം. പ്രസിഡന്റിൽ 2 ഹൗസസിലും ഇനീഷ്യേറ്റ് ചെയ്യാം. ഏത് ഹൗസിന് വേണമെങ്കിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റിന്റെ കേസിൽ അങ്ങനെയല്ല. വൈസ് പ്രസിഡന്റിൽ രാജ്യസഭയിൽ മാത്രമേ അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. 15ാം ചോദ്യം, വാട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ 10th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? 10th ഷെഡ്യൂളിൽ എന്താണുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് ഡിഫെക്ഷൻ ആണ് 10ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദി 8th ഷെഡ്യൂൾ? 8th ഷെഡ്യൂളിൽ എന്താണുള്ളതെന്നാണ് ചോദ്യം. 8th ഷെഡ്യൂളിൽ ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഇപ്പം നമ്മുടെ നിലവിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാമത്തെ ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. ഇൻ ഇന്ത്യ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഗിവൻ റെക്കഗ്നേഷൻ ബൈ. പൊളിറ്റിക്കൽ പാർട്ടീസിന് ആരാണ് റെക്കഗ്നേഷൻ കൊടുക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ്. ഓപ്ഷൻ എ ഇലക്ഷൻ കമ്മീഷനാണ് ആൻസർ. ഇൻ വിച്ച് ഇയർ വാസ് ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഹെൽഡ് ഇൻ ഇന്ത്യ? ജനറൽ ഇലക്ഷൻസ് ഇന്ത്യയിൽ എപ്പോഴാണ് ആദ്യമായിട്ട് നടന്നത്? 1951-52 കാലയളവിലാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നത്. ഇൻ വിച്ച് ഹൗസ് ഇസ് ദി പ്രിസൈഡിംഗ് ഓഫീസർ നോട്ട് എ മെമ്പർ ഓഫ് ദാറ്റ് ഹൗസ്? ഏത് ഹൗസിലെ പ്രിസൈഡിംഗ് ഓഫീസറാണ് ആ ഹൗസിലെ മെമ്പർ അല്ലാതിരിക്കുന്നതെന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ രാജ്യസഭയിലാണ്. രാജ്യസഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർ ഒരിക്കലും ആ ഇരു സഭകളിലെയും അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ഒരിക്കൽ മെമ്പർ ആവാൻ പാടില്ല. 20. The Supreme Commander of Indian Armed Forces. Supreme Commander ആരാണ്? President of India ആണ്. 21. The national flag was adopted by the Constituent Assembly of India on. National flag എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തത്? ജൂലൈ 22, 1947 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. നാഷണൽ ഫ്ലാഗിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. ആൻഡ് ടോപ്പിൽ വരുന്നത് സാഫ്രൺ ആണ്. സാഫ്രൺ വൈറ്റ്, ഏറ്റവും മേലെ സാഫ്രൺ വരും, പിന്നെ വൈറ്റ് വരും, പിന്നെ ഇന്ത്യ ഗ്രീൻ നല്ല കളറാണ് വരുന്നത്. ആൻഡ് നടുവിൽ ഒരു 24 സ്പോക്സ് ഉള്ള ഒരു നേവി ബ്ലൂ വീലുണ്ട്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് അശോക ചക്രേനെയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ പറ്റിയിട്ട് അറിയാനുള്ളത്. ദെൻ കോവറാൻറ്റോ എന്ന് പറയുന്നത് റിറ്റ് ആണ്. 5 ടൈപ്പ് ഓഫ് റിറ്റ്സ് ഉണ്ട്. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, കോവറാൻറ്റോ ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, സെർഷ്യോറി ഉണ്ട്. സോ കോവറാൻറ്റോ എന്ന് പറയുന്നത് ഒരു റിറ്റ് ആണ്. കോവറാൻറ്റോൻ്റെ
മീനിങ് എന്ന് പറയുന്നത് ബൈ വാട്ട് അതോറിറ്റി എന്നുള്ളതാണ്, ബൈ വാട്ട് അതോറിറ്റി. റൈറ്റ്. ഇനി 23ാമത്തെ യൂണിഫോം സിവിൽ കോഡ് ഇസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 4ൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 44ലാണ്. സോ ദാറ്റ് ഇസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. 24ാം ചോദ്യം, അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഹാവ് ദി ഹൈക്കോർട്ട്സ് ബീൻ എംപവർഡ് ടു ഇഷ്യൂ റിറ്റ്സ്. അപ്പോൾ റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓർഗനൈസേഷൻസിനാണ് പവർ കൊടുത്തിരിക്കുന്നത്. ഒന്ന് സുപ്രീം കോടതിക്ക് പറ്റും, അത് ആർട്ടിക്കിൾ 32 പ്രകാരം. ആൻഡ് ഹൈക്കോടതികൾക്കും പറ്റും, ഹൈക്കോടതികൾക്ക് പറ്റുന്നത് എത്രയാണ്? ആർട്ടിക്കിൾ 226 പ്രകാരം. 226 പ്രകാരമാണ് ഹൈക്കോടതികൾക്ക് റിറ്റ്സ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. ഇനി 25ാം ചോദ്യം, which writ is issued by High Court and the Supreme Court to compel an authority to perform a function that it is not performing. അപ്പം ആ ഒരു പബ്ലിക് ഡ്യൂട്ടി ഉള്ള ഒരു ഓഫീസിനോട് ആ ചെയ്യേണ്ട പബ്ലിക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്ന റിട്ടാണ് ചോദിക്കുന്നത്. ആ റിറ്റിൻ്റെ പേരാണ് മാൻഡമസ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം വരുന്നത് വി കമാൻഡ് എന്നുള്ളതാണ്, വി കമാൻഡ്. ഓൾറൈറ്റ്. ഇനി 26ാം ചോദ്യം, ദ എക്സ്റ്റൻഷൻ ഓഫ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ ഇസ് അപ് ടു 12 നോട്ടിക്കൽ മൈലാണ്. 12 നോട്ടിക്കൽ മൈൽ ആണ് നമ്മളുടെ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൻ്റെ എക്സ്റ്റൻഷൻ. 27ാം ചോദ്യം, ഡോക്ടർ അംബേദ്കർ ഡിസ്ക്രൈബ് ദിസ് ആർട്ടിക്കിൾ ആസ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ടർ അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ആർട്ടിക്കിൾ 32നെയാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചു. 28ാം ചോദ്യം, വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി സസ്പെൻഡഡ് ഈവൻ ഡ്യൂറിംഗ് ആൻ എമർജൻസി. നമുക്കറിയാം ആർട്ടിക്കിൾ 20 ആൻഡ് ആർട്ടിക്കിൾ 21. ഇത് കൺവിക്ഷൻ ഫോർ ഒഫൻസസിനെതിരാണ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കൺവിക്ഷൻ ഫോർ ഒഫൻസസിനെതിരെ ഉള്ളതാണ് ആർട്ടിക്കിൾ 20 വരുന്നത്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും ഒരു എമർജൻസിൻ്റെ സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. സോ ഇവിടെ ഓപ്ഷൻസിനകത്ത് കൊടുത്തിരിക്കുന്നത് 21നെയാണ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദി ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റെഫേഴ്സ് ടു, ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 14, 19 ആൻഡ് 21 ആണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് 3 മിക്ക കേസുകളിലും ഇത് 3 ഒരുമിച്ച് വരും. കാരണം 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റീനെയാണ്, 19 എന്ന് പറഞ്ഞാൽ ഫ്രീഡംസിനെയാണ്, 21 എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ലൈഫ് ആണ്. സോ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട്. സോ അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. 30ാം ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെയിംസ് ഓഫ് കൺട്രീസ്. ആർട്ടിക്കിൾ 1ൻ്റെ അകത്താണ് നമ്മളെ ഇന്ത്യനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഇന്ത്യനെ നെയിം ചെയ്യുന്നത്. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്നാണ് നമ്മൾ ആർട്ടിക്കിൾ 1ൻ്റെ അകത്ത് പറയുന്നത്. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ. 31ാം ചോദ്യം, നമ്മളിപ്പോൾ ലോ ഓഫ് ക്രൈംസിലോട്ട് എത്തി. 31ാം ചോദ്യം എന്ന് പറഞ്ഞാൽ, എ സേസ് ഐ ഡു നോട്ട് ബിലീവ് ദാറ്റ് സെഡ് asserted at that trial because I know him to a man without veracity A has committed. ഇവിടെ ഡെഫമേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഐ നോ ഹിം ടു ബി എ മാൻ വിത്തൗട്ട് വെറാസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അയാളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് അയാളുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് അയാൾ പറയുകയാണ്. സോ ഇവിടെ ഐ നോ ഹിം ടു എ മാൻ വിത്തൗട്ട് വെറാസിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരു പേഴ്സണൽ ആയിട്ടുള്ള അയാളുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതൊരു ഡെഫമേഷൻ ആയിട്ട് മാറും. അത് അയാളൊരു തേർഡ് പാർട്ടീൻ്റെ അടുത്താണ് പറയുന്നതെങ്കിൽ അതൊരു ഡെഫമേഷൻ ആണ്. സോ ഇവിടെ ഡെഫമേഷൻ ബിക്കോസ് ഹി ഹാസ് ഡാമേജ് സെഡ്സ് റെപ്യൂട്ടേഷൻ. ഇത് ആക്ച്വലി ഡെഫമേഷൻ്റെ ഒരു ഇലിസ്ട്രേഷൻ ആണ്. 32. A for the purpose of inducing B to resist from prosecuting a civil suit threatens to burn B's house. A is guilty of. ഇവിടെ ആക്ച്വലി ഒരു ത്രെറ്റനിങ് ഒരു നേച്ചർ ഉണ്ട് അല്ലേ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ ആക്ച്വലി വരുന്നത് ഇവിടെ എന്ത് ചെയ്യാണ്ടിരിക്കാനാണ്, സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബിയുടെ ഹൗസ് കത്തിക്കും എന്ന് ത്രെറ്റൻ ചെയ്യുകയാണ് എ. അപ്പോൾ അത് ആക്ച്വലി എന്താ വരിക, ആക്ച്വലി ഇത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ സെക്ഷൻ 503 ആണ് വരിക, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. 33. ദി സുപ്രീം കോർട്ട് സ്ട്രക്ക് ഡൗൺ സെക്ഷൻ 497 എന്ന് പറഞ്ഞാൽ അഡൾട്ടറി ആണ് ഓഫ് IPC ഇൻ ദ ലാൻഡ്മാർക്ക് കേസ് ഓഫ്, അത് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് അഡൾട്ടറീനെ ഡീക്രിമിനലൈസ് ചെയ്തത്. ഇപ്പോൾ അത് ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല, പക്ഷേ ഇറ്റ് ഈസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ്. ഓക്കെ,
അഡൾട്ടറി എന്ന് പറയുന്നത് ഇസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ്. പക്ഷേ അതിപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. കാരണം സെക്ഷൻ 497 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലൂടെ സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. 34 എ മാരീഡ് ബി വൈൽ ഹി ഹാസ് എ ലിവിങ് സ്പൗസ്. അപ്പോൾ ഇവിടെ ബൈഗമി എന്നുള്ള ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 494-നകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ബൈഗമി, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടാമത് ഒരു വിവാഹം ചെയ്യുന്നതിനാണ് ബൈഗമി എന്ന് പറയുന്നത്. 35-ാം ചോദ്യം എ കോസസ് കാറ്റിൽ ടു എൻ്റർ അപ്പോൺ എ ഫീൽഡ് ബിലോങ് ടു സെഡ് ഇൻറ്റൻഡിങ് ടു കോസ് നോയിങ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ടു കോസ് ഡാമേജ് ടു സെഡ്സ് ക്രോപ്പ്. എ ഹാസ് കമ്മിറ്റഡ്. ഇവിടെ എ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് മിസ്ചിഫ് ആണ്. സെക്ഷൻ 415-നകത്താണ് മിസ്ചിഫിനെ പറ്റിയിട്ട് പറയുന്നത്. 425-നകത്താണ് മിസ്ചിഫിനെ പറ്റിയിട്ട് പറയുന്നത്. 415-നകത്ത് ചീറ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ 425-ലാണ് മിസ്ചിഫിനെ പറ്റി പറയുന്നത്. മിസ്ചിഫ് എന്ന് പറയുന്നത് ഒരാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീനെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു അനോയൻസ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് മിസ്ചിഫ് എന്ന് പറയുന്നത്. സോ മിസ്ചിഫ് ഇപ്പോൾ ഇവിടെ ഒരു കാറ്റിലിനെ വേറൊരാളുടെ പറമ്പിലോട്ട് വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അയാൾക്ക് അറിയാം കാറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നശിപ്പിക്കും എന്നുള്ളത്, ക്രോപ്സ് ഒക്കെ നശിപ്പിക്കും എന്നുള്ളത്. സോ ഇവിടെ എ ചെയ്ത ഒഫൻസിൻ്റെ പേരാണ് മിസ്ചിഫ്. 36 In which case did the Supreme Court for the first time declare right to die with dignity as a fundamental right? Right to die with dignity as a fundamental right എന്നുള്ളത് ഏത് കേസിലാണ് സുപ്രീം കോടതി ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തതെന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്താണ് അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ലിവിങ് വിൽ എന്നുള്ള കോൺസെപ്റ്റ് വന്നത് ഈ കേസിൽ നിന്നാണ്. സോ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 37th ചോദ്യം A by pledging as a diamond articles which he knows are not diamond intentionally deceives Z and thereby dishonestly induces Z to lend money. അപ്പോൾ ഇവിടെ എ എന്താണ് ചെയ്തതെന്നുള്ളതാണ് ക്ലിയർ. ഇതൊരു ക്ലിയർ കേസാണ് ചീറ്റിങ്ങിൻ്റെ. സെക്ഷൻ 415-അകത്താണ് ആ ചീറ്റിംഗ് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ ടേംസ് നോക്കണം. വിച്ച് ഹി നോസ് ആർ നോട്ട് ഡയമണ്ട്സ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നോളജ് ഉണ്ടായിരുന്നു. ആൻഡ് ഇൻറ്റൻഷനലി എന്ത് ചെയ്തു? ഡിസീവ് ചെയ്തു സെഡിനെ. ഇൻറ്റൻഷനലി ഡിസീവ് ചെയ്തതാണ് സെഡിനെ. സോ ഇവിടെ ചീറ്റിംഗ് എന്നുള്ള ഒഫൻസാണ് എ കമ്മിറ്റ് ചെയ്തത്. ഓക്കെ. 38-ാം ചോദ്യം എ ഇസ് എ വെയർ ഹൗസ് കീപ്പർ. ഇവിടെ വെയർ ഹൗസ് കീപ്പറാണ്. സെഡ് ഗോയിങ് ഓൺ എ ജേർണി എൻട്രസ്റ്റ് ഹിസ് ഫർണിച്ചർ ടു എ. അപ്പോൾ കൊടുക്കുകയാണ് ചെയ്തത്. ഒരാൾ വിശ്വാസത്തോടെ കൊടുക്കുകയാണ്, ഫർണിച്ചർ കൊടുത്തു വെയർ ഹൗസ് കീപ്പറിന്. under a contract that it shall be returned on payment of a stipulated sum for the warehouse room. അപ്പോൾ അത് വെയർ ഹൗസിൽ തൽക്കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഒരു പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ സാധനം എനിക്ക് തിരിച്ച് ആ കൊടുത്ത ആൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വെയർ ഹൗസ് ഓണർ എന്ത് ചെയ്തു? ഡിസ്ഹോണസ്റ്റ്ലി സെൽസ് ദ ഗുഡ്. അത് വിറ്റു. അപ്പോൾ ഇവിടെ എന്താണ് നടന്നതെന്നാണ് ആക്ച്വലി ചോദ്യം. എ എന്താണ് ചെയ്തത്? എന്റെ ഒഫൻസ് എന്താണ്? ഇവിടെ ആക്ച്വലി ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നുള്ള ഒരു സംഭവമാണ് വരുന്നത്. കാരണം ഇവിടെ ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. വിശ്വസിച്ചിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അത് വിറ്റു. അപ്പോൾ അയാളുടെ കയ്യിൽ ഇന്നസെൻ്റ്ലി വന്നതല്ല. അത് ഇയാൾ സെഡ് എന്ന് പറയുന്ന ആൾ എനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരു ട്രസ്റ്റിൻ്റെ ബേസിൽ ഏൽപ്പിച്ചതാണ്. പക്ഷെ ആ ട്രസ്റ്റ് അയാൾ ബ്രേക്ക് ചെയ്തു. സോ അത് ഇത് ഏത് ഒഫൻസിൻ്റെ അകത്താണ് വരിക? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നുള്ള ഒഫൻസിനകത്താണ് ഇത് വരിക. ഓൾറൈറ്റ്. 39-ാം ചോദ്യം എ ബീൻ സെഡ് സെർവൻറ്റ്. ഇവിടെ സെഡ് സെർവൻ്റ് ആണ്. എൻട്രസ്റ്റഡ് ബൈ സെഡ് വിത്ത് ദ കെയർ ഓഫ് സെഡ്സ് പ്ലേറ്റ് ഡിസോണസ്റ്റ്ലി റൺസ് അവേ വിത്ത് ദ പ്ലേറ്റ് വിത്തൗട്ട് സെഡ്സ് കൺസെൻറ്റ്. സെഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് അത് അയാൾ കൊണ്ടുപോയി. സെഡിൻ്റെ സെർവൻ്റ് ആണ്. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? ആക്ച്വലി ഇവിടെ നടന്നത് തെഫ്റ്റ് ആണ്. 378-ൻ്റെ അകത്ത് പറയുന്ന പോലെ സെക്ഷൻ 378-ൻ്റെ അകത്തുള്ള ഒരു ഇലിസ്ട്രേഷൻ കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഇവിടെ നടന്നത് തെഫ്റ്റ് ആണ്. ഓൾറൈറ്റ്. ഇനി എ ത്രെറ്റൻസ് ടു പബ്ലിഷ് എ ഡിഫമേറ്ററി ലിബൽ കൺസേണിങ് സെഡ് അൺലെസ് സെഡ് ഗിവ്സ് ഹിം മണി. അപ്പം എ സെഡിനെ ത്രെറ്റൻ ചെയ്യുകയാണ്. സെഡ് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷൻ കേടാക്കും, അല്ലെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷനെ ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം പറയും എന്നുള്ളത് ത്രെറ്റൻ ചെയ്തു പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഹി ദസ് ഇൻഡ്യൂസ് സെഡ്. അപ്പോൾ അങ്ങനെ സെഡ് പൈസ കൊടുത്തു. അപ്പോൾ ഇവിടെ എ എന്ത് ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റോർഷൻ ആണ്. 383 പ്രകാരം എക്സ്റ്റോർഷൻ ആണ് ഇവിടെ കമ്മിറ്റ് ചെയ്തത്. ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് അതേഴ്സ്. നമ്മളിപ്പോൾ കോൺട്രാക്ട്സിലോട്ട് എത്തി. അപ്പം എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അതറിന് എന്താണ് എഗ്രിമെൻറ്റിന് എന്താണ് പറയുന്നതാണ്.
അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇറ്റ് ഈസ് voidable contract. 42. When the consent to an agreement is caused by undue influence പ്രകാരം consent cause ചെയ്യുകയാണെങ്കിൽ ആ agreement എന്താണ്? It is voidable at the option of the party whose consent was caused. So option D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 43-ാം ചോദ്യം, an agreement in restraint of marriage of a major personage, agreement in restraint of marriage of major personage എന്താണ്? It is void. It is void. 44-ാം ചോദ്യം, when an offer is directed towards a single person or a selected group, അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളിലോട്ടാണ് ഈ കോൺട്രാക്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. സോ ഇതെന്താണ്? ആക്ച്വലി സ്പെസിഫിക് ഓഫർ ആണ്. ഓൾറൈറ്റ്. 45-ാം ചോദ്യം, എ പേഴ്സൺ ഹൂ ഇസ് അറ്റ് ദി ഏജ് ഓഫ് മെജോറിറ്റി ഉണ്ട്, who is of sound mind ഉണ്ട്, and is not disqualified from contracting by any law which is subject. So he is competent to contract. So option A ആണ് correct ആയിട്ടുള്ള ആൻസർ. 46-ാം ചോദ്യം, a patient is a lunatic asylum who is at intervals of sound mind. അപ്പം ഒരാൾ ലൂണറ്റിക് ആണ്, അയാൾക്ക് പക്ഷെ അയാൾ ചില സമയങ്ങളിൽ മാത്രമേ ഭ്രാന്തനാവുന്നുള്ളൂ, ചില സമയങ്ങളിൽ അയാൾക്ക് സൗണ്ട് മൈൻഡ്, അയാൾക്ക് ബോധവാനാണ്. അപ്പം ആ സമയങ്ങളിൽ സൗണ്ട് മൈൻഡിലുള്ള സമയത്ത് അയാൾക്ക് കോൺട്രാക്ട് ചെയ്യാൻ കഴിയുമോ? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? കഴിയും. സോ ഹി മേക്ക് കോൺട്രാക്ട് ഡ്യൂറിങ് ദോസ് ഇൻ്റർവെൽസ് വെൻ ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയും. പക്ഷേ അയാൾ സൗണ്ട് മൈൻഡിൽ എല്ലാ സമയത്ത് അയാൾ ആ ഒരു അവസ്ഥയിൽ എല്ലാ സമയത്ത് അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. 47-ാം ചോദ്യം, കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഹാസ് ബീൻ ഡിഫൈൻ. കപ്പാസിറ്റി എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോൺട്രാക്ടിൻ്റെ സെക്ഷൻ 11-ൻ്റെ അകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്. 48-ാമത്തെ ചോദ്യം, എ കോൺട്രാക്ട്സ് വിത്ത് ബി ടു മേക്ക് ആൻഡ് ഡെലിവർ ടു ബി ബൈ എ ഫിക്സ്ഡ് ഡേ ഫോർ എ സ്പെസിഫിക് പ്രൈസ് എ സർട്ടൺ പീസ് ഓഫ് മെഷീനറി. അപ്പോൾ എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് എ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ, ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ, ഒരു സ്പെസിഫൈഡ് പൈസയ്ക്ക് ഒരു മെഷീനറി ബിക്ക് കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷേ എ ഇവിടെ ആ മെഷീനറി ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞില്ല. കറക്റ്റ് ടൈമിൻ്റെ അകത്ത് പറഞ്ഞ ടൈമിൽ എ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് എന്ത് സംഭവിച്ചു? ബിന് കുറച്ചധികം പൈസയ്ക്ക് വേറൊരു സ്ഥലത്തു നിന്ന് ആ മെഷീനറി പ്രൊക്യൂർ ചെയ്യേണ്ടി വന്നു. ആൻഡ് ഇസ് പ്രിവെൻറ്റഡ് ഫ്രം പെർഫോമിങ് എ കോൺട്രാക്ട് വിച്ച് ബി ഹാഡ് മെയ്ഡ് വിത്ത് എ തേർഡ് പേഴ്സൺ. അപ്പോൾ ബിക്ക് വേറൊരാളുടെ അടുത്തായി വേറൊരു കോൺട്രാക്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെഷീനറി കിട്ടിയിട്ട് വേണമായിരുന്നു ആ ഒരു കോൺട്രാക്റ്റും കൂടി ബിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന് മെഷീനറി കിട്ടാത്തതുകൊണ്ട് ആ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ അയാൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ തേർഡ് പേഴ്സൺ ആയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇവിടെ ചോദ്യത്തിൽ പറയുന്ന പോലെ ബട്ട് വിച്ച് ഹാഡ് നോട്ട് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു എ ആൻഡ് ഇസ് കമ്പൽഡ് ടു മേക്ക് കോമ്പൻസേഷൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. സോ ബി സിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. സോ ഇവിടെ ചോദ്യം വരുന്നത് എ എന്നുള്ളത് ആർക്കൊക്കെ എ എന്നുള്ളത് എന്തിനൊക്കെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എ ആക്ച്വലി എൻ്റെ കോമ്പൻസേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ മസ്റ്റ് പേ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് പ്രൈസ് ഓഫ് ദ പീസ് ഓഫ് ദ മെഷീനറി ആൻഡ് ദ സം പെയ്ഡ് ബൈ ബി ഫോർ അനദർ എന്നുള്ളതാണ് ചോദ്യം. അപ്പം എനെ സംബന്ധിച്ചോളം എന് അറിയുന്നത് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് ഉണ്ട് എന്നാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഡേ പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിന് ഫിക്സ് ചെയ്ത പ്രൈസിന് ആ ഒരു കോൺട്രാക്ട് ആ ഒരു മെഷീനറി കൊടുക്കണം എന്നുള്ളതാണ് എന് അറിയുന്ന കാര്യം. എന് ബിയും സിയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല. സോ ഇവിടെയുള്ള ചോദ്യം ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ബി ആക്ച്വലി സിക്ക് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വന്നു. ആ കോമ്പൻസേറ്റ് ചെയ്ത പൈസയും കൂടി എ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളതാണ് ആക്ച്വലി ഉള്ളത്. കാരണം പക്ഷേ എയും ബിയും ഉള്ള കോൺട്രാക്റ്റിൽ എ എന്തായാലും കോമ്പൻസേറ്റ് ചെയ്യണം. കാരണം എ പെർട്ടിക്കുലർ ടൈമിൽ അത് കൊടുത്തിട്ടില്ല, ആ പൈസ കൊടുത്തിട്ട് ആ ഒരു മെഷീനറി കൊടുക്കാൻ സാധിച്ചില്ല. അപ്പം എ ഇപ്പോൾ ആക്ച്വലി 2000 രൂപയ്ക്കാണ് ആ മെഷീനറി ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതെങ്കിലും ആ ടൈമിന് മെഷീനറി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബി ആക്ച്വലി 3000 രൂപയ്ക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ആ മെഷീനറി എടുക്കേണ്ടി വന്നു. സോ ഇവിടെ പറയുന്നത് ആക്ച്വലി എ മസ്റ്റ് പേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺട്രാക്ട് പ്രൈസ് ഓഫ് ദ പീസ് ഓഫ് മെഷീനറി ആൻഡ് സം പെയ്ഡ് ബൈ ബി ഫോർ അനദർ എന്നാണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1000 രൂപയുടെ ഡിഫറൻസ് ആണ്. അപ്പം എ ആക്ച്വലി ഈ 1000 രൂപ മാത്രം അടച്ചാൽ മതി. എ ആക്ച്വലി ഈ 1000 രൂപയുടെ ഡിഫറൻസ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ 2000 ആൻഡ് 1000 എന്നുള്ള സംഭവം. പക്ഷേ ആ ഒരു പ്രൊക്യൂർ ചെയ്ത മനസ്സിലായോ ഈ അതായത് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് പ്രൈസ് ഓഫ് ദ പീസ് ഓഫ് മെഷീനറി ആൻഡ് സം പെയ്ഡ് ബൈ ബി ഫോർ അനദർ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രം എ അടച്ചാൽ മതി. ബിയും സിയും തമ്മിലുള്ള കോൺട്രാക്ട് അത് എന് അറിയില്ലായിരുന്നു. സോ ആ ഒരു കോൺട്രാക്ടിൻ്റെ ആ കോമ്പൻസേഷൻ ബി സിക്ക് കൊടുത്ത കോമ്പൻസേഷൻ്റെ എമൗണ്ട് എ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ എന് അറിയില്ല.
സോ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 49ാമത്തെ ചോദ്യം. A builder contracts to erect and finish a house by the 1st of January. So 1st of January ആകുമ്പോഴത്തേലും എ എന്ന് പറയുന്ന ഒരു ബിൽഡർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതായത് ഒരു വീട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് കൊടുക്കും എന്നുള്ളത്. ഇൻ ഓർഡർ ദാറ്റ് ബി മേ ഗിവ് പൊസിഷൻ ഓഫ് ഇറ്റ് അറ്റ് ദ ടൈം ടു സി. അപ്പം ബി സിക്ക് പൊസിഷൻ കൊടുക്കും. അതായത് ബി എന്നുള്ളത് നടുവിലുള്ള ഒരാളാണ്, സി ആണ് ഇവിടെ ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ആളുകൾ. സോ to whom B has contracted to let it. അപ്പോൾ ബി ആണ് അവിടെ, സി ആണ് അവിടെ താമസിക്കാൻ പോകുന്ന ആൾ അല്ലേ. സി അത് ഇതിന് കൊടുക്കുകയാണ്, ലീസിന് കൊടുക്കുകയാണ്. അപ്പം എന് അറിയാം. അപ്പോൾ ഇവിടെ എന് അറിയാം എ ഇസ് ഇൻഫോംഡ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ബി ആൻഡ് സി. ബിയും സിയും തമ്മിലുള്ള കോൺട്രാക്ട് ഉണ്ട്, നിലവിലുണ്ട് എന്ന് എന് അറിയാം. സോ ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഏർപ്പെടുന്നത്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ എ ബിൽഡ്സ് ദ ഹൗസ് സോ ബാഡ്ലി ദാറ്റ് ബിഫോർ ദ 1st of January ഇറ്റ് ഫോൾസ് ഡൗൺ ആൻഡ് ഹാസ് ടു ബി റീബിൽഡ് ബൈ ബി. അപ്പോൾ എ നല്ല ക്വാളിറ്റിയിലല്ല ആ വീട് ഉണ്ടാക്കിയത്. അപ്പോൾ 1st ജാനുവരിക്ക് മുമ്പ് തന്നെ ആ വീട് ഫുൾ പൊളിഞ്ഞു പോയി. അപ്പോൾ ബീന് പിന്നെയും അത് റീബിൽഡ് ചെയ്യേണ്ടി വന്നു. ഇൻ കോൺസിക്വൻസസ് ലൂസസ് ദി റെന്റ് വിച്ച് ഹി വാസ് ടു ഹാവ് റിസീവ് ഫ്രം സി. സോ ആ ഒരു ടൈമിൽ ആക്ച്വലി ആ ഒരു റെന്റ് ബീന് ആ പെർട്ടിക്കുലർ ടൈമിന് 1st ജാനുവരിക്ക് സിക്ക് അത് റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ ആ കിട്ടുന്ന ആ റെന്റിൻ്റെ ആ പൈസ ആക്ച്വലി ബീന് ഇവിടെ നഷ്ടം വന്നിരിക്കുകയാണ്. കാരണം കറക്റ്റ് ടൈമിന് വീട് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇസ് ഒബ്ലൈസ്ഡ് ടു മേക്ക് കോമ്പൻസേഷൻ ടു സി ഫോർ ബ്രീച്ച് ഓഫ് ഹിസ് കോൺട്രാക്ട്. സോ ആ വീട് ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വന്നു, പിന്നെ ആ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഒക്കെ ആ റെന്റ് കിട്ടേണ്ട ആ പൈസ കിട്ടിയില്ല. ആൻഡ് സിക്ക് ആ കോൺട്രാക്ട് ബിയും സിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ഒരു ബ്രീച്ച് ഉണ്ടായതുകൊണ്ട് സിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടിയും വന്നു. സോ ഇവിടെ എ എന്തൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ്, ബീന് എന്തൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ആക്ച്വലി ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സി ആണ്. എ മസ്റ്റ് മേക്ക് കോമ്പൻസേഷൻ ടു ബി ഫോർ കോസ്റ്റ് ഓഫ് റീബിൽഡിങ്. അപ്പം ഫസ്റ്റ് കേസിൽ ആ വീട് ഉണ്ടാക്കിയതിൻ്റെ റീബിൽഡ് ചെയ്തതിൻ്റെ കോസ്റ്റ് കൊടുക്കണം. റെന്റ് ലോസ്റ്റ് സീൻ്റെ അടുത്ത് കിട്ടേണ്ടിയിരുന്ന റെന്റ്, ആ റെന്റിൻ്റെ പൈസ കൊടുക്കണം. ആൻഡ് ഓൾസോ ബി സിക്ക് കൊടുത്ത കോമ്പൻസേഷൻ്റെ പൈസയും എ ഇവിടെ കൊടുക്കണം. കാരണം ഇവിടെ എനെ അറിയാം ബിയും സിയും തമ്മിലുള്ള കോൺട്രാക്ട് ഉണ്ട്. കറക്റ്റ് ടൈമിന് ആ ഒരു ക്വാളിറ്റിയിൽ വീട് കൊടുത്തിട്ടില്ലെങ്കിൽ കുറേ കോൺസിക്വൻസസ് ഉണ്ടാവുന്ന എന് കൃത്യമായിട്ട് അറിയാം. സോ ഈ അറിവുള്ളത് കൊണ്ടാണ് ഈ എ വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് കൊടുക്കേണ്ടി വന്നു, നഷ്ടപ്പെട്ട റെന്റിൻ്റെ പൈസ കൊടുക്കേണ്ടി വന്നു. ആൻഡ് ബിയും സിയും തമ്മിലുള്ള കോമ്പൻസേഷൻ, സിക്ക് കൊടുത്ത കോമ്പൻസേഷൻ്റെ പൈസയും കൊടുക്കേണ്ടി വന്നു. സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 50ാം ചോദ്യം. എ ആൻഡ് ബി കോൺട്രാക്ട് ടു മാരി ഈച്ച് അതർ. Before the time fixed for marriage, A goes mad. The contract is void ആണ്, കാരണം ഇവിടെ impossible ആണ്. The contract becomes impossible to perform. So സെക്ഷൻ 56 പ്രകാരം ഇതൊരു ഇമ്പോസിബിൾ കോൺട്രാക്ട് ആവുകയാണ്. സോ ഇതായിരുന്നു നമ്മുടെ 8ാമത്തെ മോക്ക് ടെസ്റ്റിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും. ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. അപ്പം നമുക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.